ഹായ് നമസ്കാരം. നമ്മളിന്നുള്ളത് ഷിയാബ് തങ്ങൾ ഹോസ്പിറ്റലിലെ ഫാത്തിമ കാർഡിയാക് സെൻറ്ററിലെ ചീഫ് കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സാദ് ഫരീദിൻ്റെ കൂടെയാണ് ഉള്ളത്. ഹാർട്ട് അറ്റാക്കുമായിട്ടുള്ള കുറച്ച് സംശയങ്ങൾ നമുക്കിന്ന് ഡോക്ടറോട് ചോദിക്കാം. സാർ, ഇപ്പോഴുള്ള ജനങ്ങൾക്ക് സംശയമാണ് ചെറിയൊരു ചെസ്റ്റ് പെയിൻ വരുമ്പോൾ തന്നെ അത് ഗ്യാസ് ആണോ അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ വേദന തന്നെയാണോ എന്നുള്ളത്. നമുക്കത് മുന്നേ തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കത്? അല്ല, അത് ഒരു കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്. ഈ ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദന വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ഗ്യാസ് ആണോ എന്നുള്ള ഒരു സംശയം ഉണ്ടല്ലോ. അത് മെയിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. കാരണം നെഞ്ചുവേദന എന്ന് പറയുന്ന ആ ഒരു പെയിൻ സിംറ്റം അത് എപ്പോഴും ഭയങ്കര ക്രിട്ടിക്കൽ ഒരു സിംറ്റമാണ്. കാരണം ഹാർട്ടിൻ്റെ ആ ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ അതിൽ ഗ്യാസ് ആകുമ്പോൾ ഉണ്ടാവുന്നതും നെഞ്ചുവേദന ഉണ്ടാവുന്ന സിംറ്റംസ് കുറേയൊക്കെ ഒരേപോലത്തെ സിംറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്ന് നെഞ്ചുവേദന തന്നെ. നെഞ്ചുവേദന തന്നെ കൂടുതൽ സ്റ്റാർട്ടിങ് വിത്ത് അബ്ഡമനിൽ കൂടെ ഗ്യാസ് പോലെ വന്നു എന്നൊക്കെ പറയും ആൾക്കാർ. ബേണിങ് സെൻസേഷൻ ഇതൊക്കെയാണ്. അത് ഹാർട്ട് അറ്റാക്കിലും ഉണ്ടാവും, ഗ്യാസിലും ഉണ്ടാവും. അതേപോലെ തന്നെ കിതപ്പ് വരും. കിതപ്പ് ചിലപ്പോൾ കൂടുതൽ കോമൺലി കിതപ്പ് കൂടുതൽ കാണുന്നത് ഹാർട്ടിൻ്റെ ഇത് വരുമ്പോഴാണ്. അത് ഗ്യാസിൽ അത്ര കോമൺ അല്ല. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സിംറ്റം ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് അടുത്ത ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ECG എടുത്ത് നോക്കുകയാണ്. അതാണ് ഏറ്റവും ഐഡിയൽ ടെസ്റ്റ്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ECGയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണെങ്കിൽ ഹാർട്ടിൻ്റെ അറ്റാക്ക് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഗ്യാസ് ആണെങ്കിൽ നോർമലായിരിക്കും. ആ ഒരു ഡിഫറൻസാണ് ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ECGയിൽ. ഓക്കെ സാർ, ഹോസ്പിറ്റലിലോട്ട് വന്ന് ECG എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സാർ എങ്ങനെയാണ്? നമ്മൾ ബാക്കി എന്തൊക്കെ ടെസ്റ്റുകളാണ് അതിൻ്റെ ബാക്കിലുള്ളത്? എന്തൊക്കെയാണ് ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ സാർ അടുത്ത് ചോദിക്കുന്നത്. എന്തൊക്കെ ECG കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ ഉള്ളത്? അല്ല, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംറ്റംസിനാണ് മെയിനായിട്ട് നമ്മൾ ആദ്യം ക്ലാസ് കൊടുക്കുക ഫ്യൂച്ചറിൽ നോക്കുമ്പോഴേ. അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ പേഷ്യൻ്റെ ഏജ്, റിസ്ക് ഫാക്ടേഴ്സ്, ഡയബറ്റീസ് ഉള്ളവർ, പ്രഷർ ഉള്ളവർ, സ്മോക്കിംഗ് ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ ഗ്യാസ് പോലെ വന്നാലും നമ്മൾ ECG മാത്രമല്ല നോക്കുക. ECG എടുക്കും, പിന്നെ എക്കോ നോക്കും. എക്കോ നെക്സ്റ്റ് സ്റ്റെപ്പ്. എക്കോയിലാണ് നമുക്ക് ഹാർട്ടിന് ഉണ്ടാകുന്ന വാൽവിൻ്റെ അല്ലെങ്കിൽ മസിലിൻ്റെ ഒക്കെ വേരിയേഷൻസ്, മസിലിനുണ്ടാകുന്ന ആ മൂവ്മെൻറ്റ്സിലുള്ള വ്യത്യാസത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ഗ്യാസ് ആണോ എന്നുള്ളത്. എന്നിട്ടും നമുക്ക് നല്ല റിസ്ക് ഫാക്ടർ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രോപ്പോണിൻ ടെസ്റ്റ് ഉണ്ട്. ട്രോപ്പോണിൻ ടെസ്റ്റ് വെച്ച് നോക്കിയിട്ട് കൺഫേം ചെയ്യും. അപ്പോൾ ആ ഒരു ക്ലാസ് ECG, എക്കോ, ട്രോപ്പോണിൻ ഇതാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഡിഫറൻസിന്. ഹാർട്ട് അറ്റാക്ക് ആണോ ഗ്യാസ് ആണോ എന്നുള്ള ഡിഫറൻസ് ചെയ്യുക.